ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8001 800120. ഹലോ ഹലോ, എന്തായി കാര്യങ്ങള്? കാര്യങ്ങൾ ഇതുവരെ കുഴപ്പമൊന്നുമില്ല, അക്രമങ്ങളൊന്നുമില്ല. പിന്നെ അഥവാ അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ബാരിക്കേഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ കൈക്ക് ആർക്കെങ്കിലും വല്ല കുരുണ്ടോ? എന്താ സാറേ അങ്ങനെ ചോദിച്ചേ? നീ ആർക്കാ വാരി കൊടുക്കുന്നെന്ന് പറഞ്ഞു? അയ്യോ, വാരി കൊടുക്കുന്നല്ല, പിന്നെ നമ്മൾ ഈ അക്രമങ്ങൾ നടക്കുമ്പോഴത്തേക്ക് സെന്ററിൽ ഒരു ബാരിക്കേഡ് വെക്കുമല്ലോ, അത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. എടാ പൊട്ട, ഏതെങ്കിലും വീട്ടിൽ പോകുമ്പോ ആരെങ്കിലും ബാരിക്കേഡ് കൊണ്ട് പോവോ? അല്ല, ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടി കൊണ്ടുവന്നാണ് സാറേ. ഈ വെറൈറ്റിക്ക് വേണ്ടി നീ ചിലപ്പോ പോലീസ് കളിക്കൊണ്ട് പോവല്ലോ. അല്ല, ഞാൻ ഒരു കാര്യം ചെയ്, അവരെ കൊണ്ട് റിപ്പോർട്ട് എഴുതി നേരെ സ്റ്റേഷനിലേക്ക് വാ. ഓക്കെ സാറേ, ഓക്കെ സാറേ, ഓക്കെ ഓക്കെ. ഇവിടെ ആരും ഇല്ലേ? അങ്ങനെ അച്ഛൻ മോഹൻലാല് വന്നു. ബാക്കി പരിപാടി അങ്ങ് തുടങ്ങാം. അല്ല, ഞാൻ ആരാണെന്ന് മനസ്സിലായി. ഞാൻ എന്തിനാണ് വന്നതെന്ന് മനസ്സിലായി. അതും മനസ്സിലായി. പറഞ്ഞോ സാറേ. 2 ദിവസമായി സാറേ എന്റെ മോള് ഇവിടെ തട്ടിന്റെ പണിക്കൊന്ന് ഒരുത്തണ്ട് ഇറങ്ങി പോയിട്ട്. അത് ശരി. ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറയണ് അവളെ രേഖകളൊക്കെ അടങ്ങിയ പെട്ടി ഇവിടെ ഇരിപ്പുണ്ട്, അത് കൊടുത്തു വിടണം, അവൾ അങ്ങോട്ട് വരുമെന്ന്. ഞാൻ പറഞ്ഞ് പറ്റൂല. അപ്പൊ പറഞ്ഞ് കെട്ടാൻ പോണ ചെറുക്കനെയും കൊണ്ട് ഒരു കോൺസ്റ്റബിൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. സാറേ, ഇത് നടക്കൂലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ മകളും കാമുകനും കൂടെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി റെയിൽവേ ട്രാക്കിൽ നിന്ന് അങ്ങനെ സാറ് പിടിച്ചോണ്ട് വന്നല്ലേ കല്യാണം കഴിക്കാൻ പോണത്. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വേറൊന്നുമല്ല, ആ കൊച്ചിന്റെ ആധാറും പെട്ടിയും നീ തന്നു കഴിഞ്ഞാൽ അവരെ കല്യാണം നടത്തി ഞങ്ങളങ്ങ് വിട്ടോളാം. ഇത് മോളിൽ നിന്നുള്ള ഓർഡറാണ്. മേളിലോട്ട് നോക്കണ്ട, അത് പഴയതാണ്, നിന്ന് ചെയ്യും. എടാ, അത് ഓർഡറാണെന്ന്. ഓർഡറാ നീ ഓർഡറാ എന്റെ വീട്ടിൽ ഞാൻ ഓടാനാ? നീ ഓർഡറാടാ. അതല്ലടാ പറഞ്ഞത്, പിന്നെ ഇത് ഓർഡറാണെന്ന് അങ്ങനെ പറഞ്ഞത്. സാറേ, സാറിനൊരു കാര്യം അറിയാം? എന്തോന്നാ? ഞങ്ങളെ മുഖത്ത് കരിവാരി തേച്ചിട്ടാ സാറേ അവള് ഇവിടുന്ന് പോയത്. എടാ KPSC, നിന്റെ നാടകം കാണാനാടാ ഇവിടെ നിൽക്കുന്നത്. എടാ, ഞാൻ ഒരു പോലീസുകാരനല്ലടാ, നീ എന്റെ മുമ്പ് എന്തിന്റെ നാടകം കളിക്കുന്നത്? സാറേ, ഞാൻ സാറിന്റെ അടുത്തൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞ സാറിന് എന്റെ അടുത്ത് ഇങ്ങോട്ടൊന്നും തോന്നരുത്. പിന്നെ ഷക്കീലല്ലേ എന്റെ അടുത്തൊന്ന് ന്യായം പറയണം. അതല്ല പറഞ്ഞത് സാറേ, എന്റെ മോക്ക് ഞാൻ പണ്ടൊരു ഉപദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ്? മക്കളെ, പെൻസിൽ കൊണ്ട് എഴുതുന്ന കാര്യങ്ങൾ റബ്ബർ കട്ടയ്ക്ക് മാറ്റി കളയാം. കറക്റ്റ് ആണ്. പക്ഷെ പേന കൊണ്ട് എഴുതുന്ന കാര്യങ്ങൾ അങ്ങനെ മാറ്റി കളയാൻ പറ്റൂലെന്ന്. എന്നിട്ട് എന്തിനാ അവൻ വാങ്ങിച്ചു കൊടുത്ത പേന വെച്ച് തന്നെ എഴുതി, അച്ഛാ ഞാൻ പോണ്, എന്നെ ഇനി അന്വേഷിക്കണ്ട, ഞാൻ എന്റെ ചെറുക്കൻ്റെ കൂടെ പോണെന്ന്. ഇവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ മണ്ടനാണ്. എന്ത്? നിങ്ങൾ ആ പേന മേടിച്ചു കൊടുത്ത സമയത്ത് പെൻസിൽ മേടിച്ച് കൊടുത്തിരുന്നെങ്കിലേ അത് നിങ്ങൾക്ക് തന്നെ മാറ്റിട്ട് ആ ഡയറി പിന്നെ ഉപയോഗിച്ചുകൂടായിരുന്നാ? പോലീസുകാരനും ആയിപ്പോയി, എന്റെ ആ മോളും ഇറങ്ങിപ്പോയി, കൊലപാതകിയാക്കല്ലേ ദൈവം. നിങ്ങളൊരു കാര്യം പറയണം, നമുക്കൊന്നും സമയമില്ല. ആ പെട്ടി ഇഞ്ഞ് തന്നിരുന്നെങ്കിൽ ആ ചെറുക്കൻ ആ വാതിൽ വന്ന് നിൽക്കുകയും ആ ചെറുക്കനെ കൊടുത്തിട്ട് ആ കല്യാണം ഞാൻ നടത്താന്ന്. ഒരു കാര്യം ചെയ്, അവന്റെ ഇങ്ങോട്ട് കയറി വരാൻ പറ. പിന്നെ ഒരു കാര്യം, 2 വർത്താനം ഞാൻ മൂത്തോക്കി പറയും. അത് പറയാം, പക്ഷെ അക്രമൊന്നും ചെയ്യരുത്. ഇല്ല. വർത്താനം പറഞ്ഞു കുഴപ്പമില്ല. എടാ മക്കളെടാ, എടാ നീ കയറി വേടാ, വാടാ. അതൊന്നും വേണ്ടടാ. എടാ നേരെ നില്ല, നീ നിനക്ക് പേടി ഉണ്ടാടാ? എനിക്ക് പേടിയൊന്നുമില്ല. നിനക്ക് പേടിയില്ലേ? എനിക്ക് പേടിയൊന്നുമില്ല. എടാ, എനിക്ക് ഭയങ്കര പേടി. ഈയലി വിറയ്ക്കുന്ന ആരെങ്കിലും പേടിക്കണം, ഞാൻ നിൽക്കില്ല ഇവിടെ. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ഭാവി അമ്മാവനല്ലേ, നീ ചെന്ന് കാര്യങ്ങൾ പറ, സാധനങ്ങൾ എടുത്തിട്ട് പോ. ഏച്ചന്റെ ഉച്ചി എന്റെ മോളെ വിളിച്ചോണ്ട് പോയിട്ട് ഏച്ച അവൻ വന്ന് കയറിയിരിക്കണമായി. സാറേ, എനിക്ക് പറയാൻ ഒരു തറവാടെങ്കിലും ഉണ്ട്. ഇവൻ എന്ത് തറവാടിരിക്കണ് സാറേ? അങ്ങനെ അങ്ങ് പറയല്ലേ, ചീലാന്തി തറവാട്ടിൽ ജനിച്ചു വളർന്നവനാണ് സാറേ ഞാൻ. എടാ, ചീലാന്തി തറവാട്ടിലെ ഉണ്ണിയാണോ നീ? എടോ, തനിക്കറിയാമോ ഈ ചീലാന്തി തറവാടിനെ കുറിച്ച് PSC വരെ ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ ഈ ചീലാന്തി തറവാടെന്ന് പറഞ്ഞാൽ പണ്ട് രാജഭരണം ഉള്ള സമയത്ത് രാജാക്കന്മാർക്ക് വീതി ഒരുക്കിയതാണ് ചീലാന്തി തറവാട്. അറിയാമോടാ? എടാ മക്കളെ, നിന്റെ ഈ ചീലാന്തി തറവാട് എവിടെയാടാ? സാറേ, നമ്മൾ ഈ വരുന്ന വഴിക്കുണ്ടല്ല, ഈ റബ്ബറും കാട്ടിന്റെ ഇടയ്ക്ക് കുറെ ചീലാന്തികൾ വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു ടാർപ്പ കെട്ടി വെച്ചിട്ടില്ല സാറേ, അതാണ് സാറേ എന്റെ തറവാട്. സാറേ, അവന്റെ അടുത്ത് പറയണം ആ രാജാവ് വരുമ്പോ ടാർപ്പ ഒന്ന് പൊക്കി കൊടുക്കാൻ. ഇല്ലെങ്കിൽ ചീലാന്തി കിടന്ന് രാജാവ് ഉരുളും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഈ ചെറുക്കന്റെ പെണ്ണെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഈ തറവാടിന് വല്ല നാണക്കേട് ഉണ്ടാവുമായിരുന്ന? നാണക്കേട് ഉണ്ടാവുമായിരുന്ന? ജാതകങ്ങൾ തമ്മിൽ ചേരൂലെന്ന്. ജാതകങ്ങൾ തങ്ങൾ ചേരൂല. നിങ്ങൾ ഈ നുണ ആരാ പറഞ്ഞത്? ജോത്സ്യം പറഞ്ഞു. ജാതകങ്ങളൊക്കെ നോക്കാൻ എനിക്കറിയാം, ഞാൻ ചേർത്ത് തരാം. ഈ നിന്റെ ഈ പെണ്ണിന്റെ ജാതകവും ഇവന്റെ ജാതകം എടുത്ത് ഇങ്ങനെ ചേർത്ത് വെച്ചാൽ മതി, ചേരൂലേ? എന്ത് വരണ്ടായിരുന്നു ഞാനത്. അല്ല പപ്പ, ഞാനിപ്പോ എന്താ തെറ്റ് ചെയ്യുന്ന പപ്പ പറയുന്നത്?
പപ്പ സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ സാറേ, എന്റെ കുടുംബത്തില് ഇവ തട്ടിന്റെ പണിക്ക് വന്നപ്പോ വെളിയിലൊരുത്തനായിട്ടല്ല ഞാൻ അവനെ കണ്ടത്, പിന്നെ കൂട്ടത്തിലൊരുത്തനായിട്ടാണ് അവനെ കണ്ടത്. അറിയാമോ? അതൊക്കെ ഉള്ളത് തന്നെ എന്റെ അടുത്ത് പപ്പ പറഞ്ഞു. പപ്പ എന്ന് പറയാനാ പപ്പ ഗ്രഹനാഥൻ, ഈ വീടിന്റെ ഗ്രഹനാഥൻ എന്റെ അടുത്ത് പറഞ്ഞു, മക്കളെ നീ ഇവിടെയൊക്കെ നോക്കി കാണണം, നിന്നെ ഞാൻ എന്റെ ഒരു മോനെ പോലെയാണ് കാണണമെന്ന് പപ്പ എന്നോട് പറഞ്ഞു. പറയല്ലേ കിട്ട് വരണത് അതുകൊണ്ടാണ്. പിന്നെ ഞാൻ എന്ത് തെറ്റിയെന്നാണ് പപ്പ നിങ്ങൾ ഈ പറയണത്? മിസ്റ്റർ പപ്പ, പപ്പേ. അയ്യോ ഞാൻ പോലീസാണ്. സോറി സാർ, സോറി. അതായത് ചെറുക്കനെ നിങ്ങൾ അത്ര സ്നേഹം കൊടുത്തോണ്ടല്ലേ അവ ഈ പെണ്ണിനെ വിളിച്ചോണ്ട് പോയത്? ത്യാഗം കൊടുത്തുന്ന പിന്നെ സാറേ, ഉച്ചക്ക് ചോറ് പോലും വാങ്ങിക്കാതെ ഈ പണിക്ക് പറഞ്ഞ ചെറുക്കനാണ്. അവന് ഊണ് വരെ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. അന്നം തന്ന കൈക്ക് എന്നെ കൊത്തിയില്ലടാ നീ. അത് എന്റെ മാത്രം കുഴപ്പമല്ല, പപ്പയുടെ കയ്യിൽ നിന്ന് പോയതാണ്. ഗ്രഹനാഥ, നിങ്ങളെ കയ്യിൽ നിന്നാണ് ഈ സംഭവങ്ങളെല്ലാം പോയത്. അതെങ്ങനെ? ഞാൻ ഇവിടെ പണിക്ക് വന്ന സമയത്ത് ഉച്ചയ്ക്ക് ഞാൻ ഇത്തിരി പോലും വെള്ളം ചോദിച്ചു. വെള്ളം ചോദിച്ചപ്പോ ഇദ്ദേഹത്തിന്റെ അടുത്ത് വെള്ളം ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് മോളെ ആ പണിക്കാരന് ഇത്തിരി വെള്ളം എടുത്ത് കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ആ പെൺകൊച്ചിനെ കാണുന്നത്. എടുത്തു വന്നിരുന്നെങ്കിലാ ആ ഒരു കുപ്പി വെള്ളം എടുത്ത് കൊടുത്തിരുന്ന ആ പെണ്ണ് ഈ വീട്ടിൽ കിടക്കുമായിരുന്നു. ഞാൻ അറിഞ്ഞ ഈ പെണ്ണ് ഇങ്ങനെയൊക്കെ കാണിച്ചു നോക്കിയൊന്നു. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, ഞാൻ അവിടെ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ പെൺകുട്ടി എന്നെ ഇങ്ങനെ നോക്കുമ്പോ ഞാൻ കൈലാസം വരെ കാണും. അറിയാവോ? എടാ അതെങ്ങനെയാ ഒരു പെണ്ണ് നിന്നെ നോക്കുമ്പോ നീ കൈലാസം കാണുന്നത്? ഭയങ്കര വെയിലാണ്, ഉച്ചയിൽ വന്നടിക്കുമ്പോ കൈലാസം മാത്രമല്ല ലോകം മൊത്തം നമ്മൾ കാണും. അമ്മാതിരി വേഗത്തിൽ നിൽക്കുന്ന സമയത്താണ് ആ കുട്ടി എനിക്ക് ഇത്തിരി പോലെ വെള്ളം കൊണ്ടുവരുന്നത്. അങ്ങനെ നമ്മൾ ഇത്തിരി ക്ലോസ് ആയി. ഞാനും മാത്രം ഇങ്ങോട്ട് വന്നോണ്ടല്ലേ പപ്പ ഇങ്ങനെ പെരുമാറിയത്. പപ്പയുടെ മോളും ഞാനും കുഞ്ഞുമായിട്ട് വന്നിരുന്നെങ്കിൽ പപ്പ ഇങ്ങനെ എന്നോട് സംസാരിക്കുമായിരുന്നു. പപ്പ ഒരു 1 ഇയർ എനിക്ക് തന്നാ മതി, ഞാൻ കുഞ്ഞുമായിട്ട് ഇവിടെ വന്നതാ. പപ്പ എന്ത് പറഞ്ഞാണ് പപ്പ നിങ്ങൾ പറയുന്നത്? പപ്പ സാറ് കേക്കണം, ഇവിടെ തട്ടിന്റെ പണിക്ക് വന്നിട്ട് കെട്ടിയമ്പി ഇടറെന്ന് പറഞ്ഞോണ്ട് വായിന്ന് വർത്താനാണ്. എടാ നീ ഇതൊക്കെ എങ്ങനെ പഠിച്ചടാ? അതൊക്കെ ഞാൻ പഠിച്ച് അങ്ങനെ വെച്ചപ്പോ കുറച്ച് എനിക്ക് ഞാനിവിടെ കെമിസ്ട്രി ഒക്കെ വർക്ക് ആയപ്പോഴത്തേക്ക് നീ സീരിയലാണല്ലേ? സീരിയലൊക്കെ നൈസ് നീ കുത്തി നിങ്ങൾ അറിയുന്ന സീരിയലൊക്കെ കാണും. സാറേ ഈ കുടുംബത്തിൽ തട്ടിന്റെ പല വേറ്റ് കയറി വന്നവനാണ് എന്റെ മോളെ ചോദിച്ചുകൊണ്ട് തിരിച്ചിറങ്ങിപ്പോയത്. അതുകൊണ്ട് എനിക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. ഉള്ള കാര്യം ഞാൻ പറയില്ല. നിനക്കിപ്പോ എന്ത് വേണം? എനിക്ക് ആ പെട്ടി വേണം. നിനക്ക് പെട്ടി കിട്ടിയത് എന്തിനാ? പെട്ടി കിട്ടണം എനിക്ക്. എന്തിന്? എനിക്ക് എന്നിട്ട് എന്റെ ലല്ലുവിനെ അടുത്ത് കൊണ്ടുപോകണം എനിക്ക്. ഏത് ലല്ലു? എന്റെ മാത്രം നിങ്ങളെ മകൾ എന്റെ ലല്ലു. എടാ എന്റെ പെൺകൊച്ചിന്റെ പേര് ലൗലി എന്നല്ലടാ. നീ എന്തിനാ ലല്ലു എന്ന് വിളിക്കണം? അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളെ ഞാൻ ലല്ലു എന്ന് വിളിക്കും, അവളെ എന്നെ അല്ലു എന്ന് വിളിക്കും. അല്ലു എന്ന്? അവൾ എന്താണെന്ന് അറിയത്തില്ല. അവൾ എന്നെ പറയുന്ന അല്ലു അർജുനെ പോലെ ഇരിക്കണെന്നാണ് പറയണത്. അല്ല അവ അല്ലു അർജുൻ എന്താ പറഞ്ഞത്? നിങ്ങൾ വായും പൊളിച്ചിരിക്കണ എന്തിന്? പെട്ടെന്ന് അല്ലു അർജുനെ കണ്ട വാ പൊളന്നോടാ പറയണേ. ഞാനേ പെട്ടി എടുത്തോണ്ട് വരാം. കാര്യം എനിക്ക് അല്ലു അർജുനെ കണ്ട് തല ഇറങ്ങണം. സംഭവം പെട്ടി എന്നില്ലെങ്കിൽ എന്റെ ആക്ഷൻ ഞാൻ ഇറക്കിയനെ. ആക്ഷനൊക്കെ അറിയാവോ? പിന്നെ എനിക്ക് ആക്ഷൻ അറിയാം. എന്താ സാറേ എങ്ങനെ ആക്ഷൻ? ഇത് അച്ഛൻ മരിച്ച വഴിയിൽ കിട്ടിയതല്ല. അത് മിക്ക സാർ എങ്ങനെ പിൻവാതിൽ വഴി കയറിയതാ? ആവശ്യമില്ല സംസാരിക്കും. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അല്ല ഞാൻ പറഞ്ഞു സാർ. അങ്ങനെ പറയേണ്ട കാര്യം എന്തിനാണ്? അല്ല സാർ ഞാൻ പറഞ്ഞതേ ഉള്ളൂ സാർ. അങ്ങനെ പറയണ്ട സാധനങ്ങൾ. എന്റെ ഭഗവാനെ, അയ്യോ അതെന്താണ് ഏലസി പിടിച്ച് കറിയണേ? ജോത്സ്യം ജപിച്ചു തന്ന സാധനമാണ്. അത് പോക്കൂരുള്ള പഴയ തറവാടല്ലേ ഇത്? അപ്പോൾ ഇതിൽ പിടിച്ച് ജപിച്ചു കഴിഞ്ഞാൽ പോക്കൂര് വരൂലെന്നാണ് പറയണത്. അല്ല ഇനി അത് കെട്ടി തൂക്കിട്ട് കാര്യമില്ല. അത് പോക്കൂര് വരെയും ചെയ്ത് മോൾ അടിച്ചിട്ട് പോവുകയും ചെയ്യും. പക്ഷെ എനിക്ക് താഴെ 2 എണ്ണം ഉണ്ട്. എന്തോന്ന്? 2 പെമ്മക്കളുണ്ട്. പെമ്മക്കളുണ്ട്. നീ സന്തോഷമായിട്ട് ജീവിക്കുമല്ലേ? അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ നമുക്ക് പോവല്ലേ? നിന്റെ കാര്യങ്ങളെല്ലാം കിട്ടിയല്ലേ? എല്ലാം റെഡി തന്നെ. പക്ഷെ അവളെന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ട് പോയായിരുന്നു, എന്തോന്ന്? പപ്പയുടെ അനുഗ്രഹം വായിക്കണമെന്ന്. അതും കൂടെ എങ്ങനെയെങ്കിലും. നിനക്കെന്താ കലി തൊള്ളി നിൽക്കുന്നതായി ഊരിപ്പിക്കാണ്. ദൈവത്തിന് തുല്യായിട്ടാണ് സാറെ കാണുന്നത്. എങ്ങനെയെങ്കിലും ഒരു ചെറിയ സെറ്റപ്പ് കൂടെ ചെയ്ത് തന്നെ. മറ്റേ ദൈവങ്ങളെ ബാക്കിൽ കിടന്ന് കറങ്ങുന്ന സാധനം ഞാൻ കാണുന്നു. ഉച്ചയിൽ മുടിയില്ലെന്ന് തന്നെ. അപ്പൊ അതൊന്നും അടിച്ച് എങ്ങനെയെങ്കിലും ശരിയാക്കി തരണം സാറേ, പ്ലീസ് സാറേ. ഹലോ പപ്പ. അല്ല ഞാൻ പോലീസുകാരനാണെന്ന് പറഞ്ഞു. അതെ നിങ്ങളെ മോളെ വിളിച്ചോണ്ട് പോയി. യവനൊരു ചെറിയ ശിക്ഷയെങ്കിലും നമുക്ക് കൊടുക്കണ്ടേ? പോയത് പോയി, എനിക്ക് ശിക്ഷയൊന്നും കൊടുക്കും. അല്ല നിങ്ങളെ വീട്ടിൽ നിങ്ങളെ കയ്യിൽ നിന്ന് അന്നം മേടിച്ചെന്നവനാണ് നിങ്ങളെ മോളെ അടിച്ചോണ്ട് പോയത്. ചെറിയ ശിക്ഷ ഞാൻ കൊടുക്കും. എന്തിനാ? എന്റെ കാര്യമില്ല. ഞാൻ കൊടുക്കും ശിക്ഷ, ഞാൻ കൊടുക്കും. പിന്നെ ഞാൻ ഒരു പോലീസുകാരനായിട്ട് വെറുതെ ഇരിക്കുന്നത് ഞാൻ കൊടുക്കും. അങ്ങനെ പറ്റില്ല. എന്റെ കയ്യിലൊരു കർച്ചീഫുണ്ട്. ഞാൻ അയാളെ കാലിൻ്റെ അടുത്തിടും. ഇത് എടുക്കുന്ന വ്യാജേന തൊട്ടം തൊഴുതോളണം. വേറെ പരിപാടി നടക്കും. ഞാൻ ശിക്ഷ കൊടുക്കണേ കേട്ടാ. ശിക്ഷ ഇപ്പൊ ഞാൻ കൊടുക്കും. കർച്ചീഫ് സാറേ ഒരു സാധനം സൂക്ഷിച്ചു വെക്കണ്ടേ? ഇതൊക്കെ ഇവിടെ കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അവര് തൂത്ത് കളയൂലേ? അത് പ്ലാൻ എ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, പ്ലാൻ ബി. അല്ല എന്റെ മോള് എന്നെ കളഞ്ഞിട്ട് പോയി. കുഴപ്പമില്ല. അത്
പറഞ്ഞിട്ട് കാര്യമില്ല, അതിനിപ്പോ ഒരു മനുഷ്യന്റെ കാര്യമില്ല. എന്താ ഒരു സ്ഥലത്ത് നിൽക്കൂലേ എനിക്കറിയാൻ വയ്യ. അത് നിന്നാലേ എടുക്കാൻ എന്തോ പറ്റൂ. ചെയ്യാനെന്ന് പറയുന്നത് കഷ്ടം. പറ്റിയ പരിവാണ്. ഇത് എപ്പോഴും ഇത് എവിടെയെങ്കിലും കാണുമല്ലോ അത്. കിട്ടിയാ കിട്ടി. പെട്ടിയെടുത്താ കിട്ടി. ഇപ്പൊ അങ്ങ് പെട്ടിയെടുത്താ കുഴപ്പമില്ലല്ലോ. പോവേണോ പിന്നെ പോവല്ലേ സാറേ? എല്ലാ അച്ഛന്മാരെ പോലെ ഒരു അച്ഛനാണ് ഞാൻ. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊഞ്ഞുഞ്ഞ് കുഞ്ഞുഞ്ഞ് അങ്ങനെ കുട്ടിനെ വിളിച്ചു വരുത്തിയത്. കൊഞ്ഞണ കുത്തുന്നാടാ അത് വിട്, അത് പിടിക്കണ്ട സാറേ. എന്റെ മോളെ നീ പൊന്നുപോലെ നോക്കണേടാ. നോക്കാം സാറേ. അവളാണെങ്കിൽ എട്ടും പൊട്ടും തിരിയാത്തൊരു കൊച്ചാണ്. എന്ത് ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാ നാളെയും രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കണം. അച്ഛൻ്റെ അടുത്ത് വിഷമൊന്നും തോന്നല്ലേടാ. കാര്യം ഒരു അച്ഛൻ ഒരു മകളെ വളർത്തുന്നതിന്റെ വേദന. പോവാ, നമുക്ക് പോവാം. മെസ്സേജ്. മെസ്സേജാ അതും പറഞ്ഞിട്ട് അവിടെ ഒറ്റയ്ക്കില്ല, നമ്മള് പോണു. അപ്പൊ പോണ എന്നാ പിന്നെ പോയിട്ട് വാ. ഒക്കെ അത്രേ ഉള്ളു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.